ഫാത്തിമ തഹ്ലിയ എം.എൽ.എ. നിലവിളക്ക് കൊളുത്തി ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതും സ്കൂൾ പ്രവേശനോത്സവോദ്ഘാടന ചടങ്ങിൽ വിളക്ക് കൊളുത്താതെ മന്ത്രി എൻ ശംസുദ്ദീൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറുന്നതും പോയ വാരങ്ങളിൽ ചർച്ചയായി. വെളിച്ചത്തിനു വേണ്ടി നിലവിളക്കാകാം, മതപരമായ സാദൃശ്യം ഉദ്ദേശിച്ചായാൽ മുർത്തദ്ദാവും, അല്ലെങ്കിൽ കുറ്റകരമാകും എന്ന സമസ്ത മുശാവറ തീരുമാനവും വെളിച്ചം പ്രസരിപ്പിക്കുക എന്നതിൻ്റെ പ്രതീകവൽക്കരണമാണെന്നാണ് നിലവിളക്ക് കത്തിക്കൽ മതേതരമാണെന്ന് അവകാശപ്പെടുന്നവരുടെ ഭാഷ്യം. ഇസ്ലാം പ്രാദേശികതയ്ക്ക് നൽകിയ ഉയർന്ന പരിഗണനയിൽ അഥവാ മതം വിലക്കാത്ത ഉറുഫിൽ നിലവിളക്കും പെടുമെന്ന് മറ്റു ചിലർ. ഒരു സമഗ്ര പ്രതികരണം നൽകാമോ? നൽകാം. ഇത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ വരുന്ന കാലത്ത് വളരെ വർഷങ്ങളായി വരുന്ന ഒരു വിവാദമാണ്. മുസ്ലിം ലീഗ് മന്ത്രിമാർ വരുന്ന കാലത്ത്, എം.എൽ.എമാർ വരുന്ന കാലത്ത് അത് അധികം വരാറ്. 1968 ബഹുമാന്യരായ CH മുഹമ്മദ് കോയ മന്ത്രിയായ കാലത്ത്, അത് EMS മന്ത്രിസഭയിലാണ്. ആ കാലത്ത് അദ്ദേഹം നിലവിളക്ക് കൊളുത്തുന്ന അതിൽ നിന്ന് വിട്ടുന്നു. അന്ന് തുടങ്ങിയ വിവാദം, പൊതുസമൂഹത്തിൽ വമ്പിച്ച വിവാദം. അവിടുന്ന് കിട്ടി ലീഗ് നേതാക്കളായ പലരും CHൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് അതാണ് നമുക്ക് കരണീയമെന്ന് പറഞ്ഞിട്ട് മാറിയെന്നവരുണ്ട്, മന്ത്രിമാരും MLA-മാരും ഒക്കെ. അതിൻ്റെ ശേഷം 93 വന്നു, പല സമയത്തും വന്നു. ആ കൂട്ടത്തിൽ നമ്മളിങ്ങനെ വിവാദം കാണുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ നമ്മളെ അബ്ദുൾ റബ്ബ് സാഹിബ്, VK അബ്ദുൾ റബ്ബ് സാഹിബ്, ഇവരൊക്കെ മന്ത്രിമാരായ കാലത്ത് അവരൊക്കെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകുമ്പോൾ ഈ നിലവിളിക്ക് കൊളുത്തിക്കാണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പറയും. അപ്പോൾ അവരതിൽ നിന്ന് മാറി നിൽക്കും. നമ്മൾക്കാവില്ല, നമ്മളെ മതപ്രകാരം പറ്റില്ല എന്ന് പറയും. അപ്പോഴേക്ക് വലിയ കോലാഹലമുണ്ടാവും എല്ലാവരുടെ ഇടയിൽ. ഇത് സാധാരണമായുള്ളൊരു നടപ്പാണ്. അതിപ്പോൾ ഈ മന്ത്രിസഭയിലും ലീഗിൻ്റെ പ്രതിനിധികൾ വിട്ടുനിന്നു. എൻ ശംസുദ്ദീൻ മന്ത്രിയായപ്പോൾ അദ്ദേഹം സൂത്രത്തിൽ ഒളിഞ്ഞു വന്നാൽ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടെ, സൂത്രം എന്തേ പ്രയോഗിച്ചു എന്ന് പറഞ്ഞൂടെ. എന്തായാലും അദ്ദേഹം വിട്ടുനിന്നു. അങ്ങനെ വിട്ടുനിന്നപ്പോൾ തുടങ്ങിയ വിവാദം. അപ്പോൾ ഇതൊരു സുഖക്കേടാണ്, ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി വന്നൊരു അസുഖമാണ്. ആ ഫോബിയ എങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സംഗതിയാണ്. അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, എൻ്റെ മതപ്രകാരം ഞാനത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് മാറി നിൽക്കാൻ ഇവിടെ അവകാശമല്ലേ? അയാൾ വേറൊന്നും പറയുന്നില്ലല്ലോ. അല്ല, എനിക്കതിൽ പറ്റായൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാനും അവകാശമുണ്ട്. അങ്ങനെ അവകാശമുള്ള ഒരു നാട്ടിൽ ഇത്തരം ഒരു പ്രവൃത്തിയിൽ നിന്ന് മതപരമായി തൻ്റെ അറിവും തൻ്റെ പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നു ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കുമ്പോൾ അതിന് എന്തിനാണ് ഇവിടെ വലിയ കോലാഹലവും വിവാദവും ഉണ്ടാക്കേണ്ട കാര്യം? വാസ്തവത്തിൽ പല അഭിപ്രായങ്ങളാപ്പതി പറഞ്ഞത് പ്രാദേശികതയ്ക്ക് നൽകിയ ഉയർന്ന പരിഗണനയിൽ അഥവാ മതം വിലക്കാത്ത ഉറുഫിൽ നിലവിളക്കും പെടുമെന്ന് മറ്റു ചിലർ. മതം വിലക്കാത്ത ഉറുഫ് ശരിയാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഏതു നാട്ടിലും ഏതു സംസ്കാരത്തിലേക്കും കടന്നു ചെല്ലാൻ ഇസ്ലാമിന് കഴിയും, ഇസ്ലാമിന് പറ്റും. കാരണം ആ സംസ്കാരങ്ങളിലെ തിന്മകളാണ് ഇസ്ലാം ഇല്ലാതാക്കുക, സംസ്കരിക്കുക ചെയ്യുക. അതേ സമയത്ത് നന്മകളുണ്ടെങ്കിൽ അത് നിലനിർത്തുക ചെയ്യുക. മതകീയമായി ഇസ്ലാം കൊണ്ടുവന്നതല്ലെങ്കിൽ പോലും അത് നിലനിർത്തും. കണ്ടാൽ ഞാനൊരു ഉദാഹരണം പറയാം. അറബികളുടെ സംസ്കാരം മലമൂത്ര വിസർജനത്തിന് വെളിക്കിരിക്കലാണ്. ഗ്രൗണ്ടിലൊക്കെ പോയിട്ടിരിക്കുക, വെളിക്കിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക മുറിയൊന്നുമില്ല. അങ്ങനെയാണ് സാധാരണ അറബികളുടെ സംസ്കാരം. ഇസ്ലാം വന്നു, ആ കാലത്തൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്, വെളിക്കിരിക്കലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെ വെളിക്കിരിക്കുമ്പോൾ നബി പക്ഷേ അകലം പോകും. യാതൊരു വിധത്തിലും അതിൻ്റെ ശബ്ദമോ വാസനയോ ഒന്നും വരാത്ത അകലം പോകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ സമ്പ്രദായം കാണാം. അപ്പോൾ ഒക്കെ വെളിക്കിരിക്കുക. യുദ്ധത്തിന് മരുഭൂമി കൂടെ നടക്കുന്നവർക്ക് അതല്ലാതെ എന്താ മാർഗം? എല്ലായിടത്തും നമ്മൾ പോകുന്ന മാതിരി ടോയ്ലറ്റുകളുണ്ടാവുമോ? ഈ ടോയ്ലറ്റുകളില്ലാത്ത ആ സംസ്കാരമാണ് അറബികളുടെ സംസ്കാരം. അതിലാണ് ഇസ്ലാം വന്നത്. നബി തങ്ങളുടെ ആദ്യകാലത്തെ ജീവിതം അതാണ്. ആ സമയത്ത് ഷാമിലേക്കും മറ്റും പോകുന്ന രീതി വന്നു. അവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ നല്ല ടോയ്ലറ്റുകൾ, ഉസറൻ ടോയ്ലറ്റുകൾ. അത് ഇസ്ലാം കൊണ്ടുവന്നതല്ല, ഷാമിലൊക്കെ ജീവിക്കുന്ന ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ സംസ്കാരമാണ്.
അവിടെ വന്നപ്പോൾ അത് കണ്ടുകൊണ്ട് അറേബ്യയിലും മദീനത്തുമടക്കം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലടക്കം ഈ സംസ്കാരത്തെ കൊണ്ടുവന്നു. അപ്പം അന്യ സംസ്കാരങ്ങളിൽ നിന്ന് നല്ലത് കൊണ്ടുവന്നാൽ അതിങ്ങോട്ട് കൊണ്ടുവരുന്ന ദീനാണ് ഇസ്ലാം. കൊണ്ടും കൊടുത്തും നല്ല സംസ്കാരങ്ങളെ നിലനിർത്തുക എന്ന് പറഞ്ഞതാണ് ഇസ്ലാമിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്കും കടന്നു ചെല്ല, യൂറോപ്പിലേക്കും കടന്നു ചെന്ന, ആഫ്രിക്കയിലേക്കും കടന്നു ചെല്ല, എവിടെയും കടന്നു ചെല്ല. കാരണം അവരുടെ പൊതു സംസ്കാരം മതവിരുദ്ധമല്ലയോ എങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക. ഇപ്പോൾ വേഷം നോക്കൂ, കേരളത്തിൽ വന്നവരാരും നമ്മളെ തോപ്പിട്ടിട്ട് കാണുന്നില്ലല്ലോ. കമ്മീസ് ഒന്നായിട്ട് ഇങ്ങനത്തെ കമ്മീസ് ഇട്ടിട്ട് നമ്മൾ ഇവിടുത്തെ വേഷമല്ലേ ധരിച്ചത്. നാട്ടുകാരൊക്കെ ഇവിടെ എന്താ വേഷം എന്ന് വെച്ചാൽ അത് യൂറോപ്പിലേക്ക് കടന്നു എന്നാൽ യൂറോപ്പിൽ എന്താണ് വേഷം ധരിക്കുന്നത്, പാൻസും മറ്റുമാണോ എന്ന് വെച്ചാൽ അതാണല്ലോ നമ്മുടെ ആളുകൾക്ക് ധരിക്കുക, മുസ്ലിമീങ്ങളും. അതിലൊന്നും ഇസ്ലാമിന് വിലക്കില്ല. പക്ഷേ വിലക്കുണ്ട്, ഔറത്ത് വെളിപ്പാക്കുമെങ്കിൽ പറ്റൂല. പെണ്ണും ആണൊക്കെ നടക്കേണ്ട മാതിരിയൊക്കെ നടക്കണം. ഇതിൽ മാറ്റങ്ങൾ വന്നാൽ പറ്റില്ല. അപ്പോൾ തിന്മകൾ എല്ലാ പ്രദേശങ്ങളിലുമുള്ള സംസ്കാരങ്ങളിലുമുള്ള തിന്മകൾ ഇല്ലാതാക്കുകയും നന്മകൾ അവിടെയൊക്കെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയുമാണ് ഇസ്ലാമിൻ്റെ രീതി. ഈ രീതി പ്രകാരം പ്രാദേശികതയ്ക്ക് പ്രാധാന്യം നൽകുക അല്ലെങ്കിൽ പ്രാദേശികതയെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. പക്ഷേ പ്രാദേശികയിലെ ഉറുഫ് ആരുടെയെങ്കിലും മതാചാരമാകാൻ പാടില്ല. ഈ നിലവിളിക്ക് കൊടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് മതാചാരമാണ്. അത് വിവരിക്കുന്ന എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാവർക്കും നെക്കിയൊക്കെ കിട്ടുമല്ലോ ഇതെന്താണെന്ന്. അപ്പോൾ മതാചാരമാണത്, ഹിന്ദു മതാചാരപ്രകാരം കടന്നു വന്ന ഒന്നാണത്. ആ കാര്യത്തിൽ സംശയമില്ല. ദേവതാസങ്കല്പണ്ടയിൽ ആ വിളക്കിനെ ത്രിമൂർത്തികളെ, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും, ഈ ത്രിമൂർത്തികളെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന രീതിയിൽ 3 തലപ്പുകൾ അതിൻ്റെ കാലിൻ്റെ അടിൻ്റെയൊക്കെ ഭാഗത്ത് പ്രത്യേകം നോക്കും. അതിൻ്റെ മുകളിലേക്ക് ചെന്നാൽ ലക്ഷ്മി ദേവിയെയും അതിൻ്റെ നാളം സരസ്വതി ദേവിയെയും പ്രകാശം പാർവതി ദേവിയെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതിൽ തിരി വെക്കുകയാണെങ്കിൽ 5 പ്രത്യേക ദിശകളിലേക്ക് നോക്കിയിട്ടേ തിരി വെക്കുക. അപ്പോൾ ആ തിരി വെക്കുന്നതൊക്കെ അതിൻ്റേതായ രീതിയുണ്ട്. അപ്പോൾ ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടും അവർ വിശ്വസിക്കുന്ന ത്രിമൂർത്തികളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും ആ അർത്ഥത്തിൽ ഹിന്ദുക്കൾ ആചാരമായി കൊണ്ട് നടക്കുന്നതാണ്. ക്ഷേത്രത്തിൽ ഇത് ആചാരമായി നിലനിൽക്കുന്നുണ്ടല്ലോ, ഹിന്ദു വീടുകളിലും ഇത് ആചാരമായി നിലനിൽക്കുന്നുണ്ടല്ലോ, സന്ധ്യാസമയത്ത് ഈ നിലവിളിക്ക് കൊടുത്തണം ഇത് ആചാരമാണല്ലോ. അപ്പം മതാചാരമാണിത്, വാസ്തവത്തിൽ ഹിന്ദു ആചാരമാണിത്. ഹിന്ദു മതാചാരപ്രകാരം വരുന്ന ഈ ഒരു സംഗതി കേരളത്തിൻ്റെ സാംസ്കാരിക ആചാരമായി എന്ന് പറയാം. ആയി എന്ന് പറഞ്ഞാൽ ശരിയാണ്, ആക്കിയതല്ലേ. ഹിന്ദു മതാചാരത്തെ കേരളത്തിൻ്റെ മതകീയ സംസ്കാരം, മതമില്ലാത്ത സംസ്കാരമാക്കി മതേതര സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മതേതരന്മാരും കൊണ്ടുപിടിച്ച് ശ്രമിച്ചു. അതിൽ ദുഷ്ടലാക്കുള്ളവരുണ്ട് തീർച്ചയായും, വർഗീയ മനസ്സുള്ളവർ, ഹിന്ദുത്വം എല്ലായിടത്തും നടക്കണമെന്നുള്ളവർ. ഇപ്പോഴേതൊക്കെ പ്രകടമായിട്ടുള്ളെങ്കിലും അകത്ത് കൊണ്ട് നടക്കുന്നത് കുറേ കാലമായി. നമുക്കറിയാലോ, ഹിന്ദു സഭകളും മറ്റൊക്കെ നിന്നിരുന്ന രാജ്യമല്ലേത്. സ്വാതന്ത്ര്യാനന്തരവും സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇവിടെ ഹിന്ദു മുസ്ലിം സംഘടനകളിലും നടക്കലുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള വർഗീയ മനസ്സുള്ള ആളുകൾ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരോ ഏതെങ്കിലും പ്രധാന സംഘാടകരോ ആകുമ്പോൾ അവരുടെ മതാചാരപ്രകാരമുള്ള ഒരാചാരത്തെ അവർ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവരിക. ഈ ദേവിമാരുടെയും അവരുദ്ദേശിക്കുന്ന മൂർത്തികളുടെയും ഇഷ്ടം കിട്ടാനും അവരുടെ ആശീർവാദം കിട്ടാനും അതിനാൽ ക്ഷേമം വരാനും വേണ്ടിയിട്ട് ചെയ്യുന്ന നിലവിളക്ക് കൊളുത്തൽ എന്ന ആചാരം അത് പൊതുവായിട്ടുള്ള മതേതര സദസ്സിൻ്റെ ആയിട്ട് ആചാരമാക്കി. ഇത് 1968 ബഹുമാന്യനായ മർഹൂം CH മുഹമ്മദ് കോയ മുഹമ്മദ് കോയ സാഹിബ് ഇതിനെ ഇല്ലാതാക്കിയപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒട്ട് നിന്നപ്പം വിവാദം പൊന്തി വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി സഖാവി MS നമ്പൂതിരിപ്പാട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത് ഹിന്ദു ആചാര, പൊതുകാര്യങ്ങളൊന്നും ഹിന്ദു ആചാരം കൊണ്ടുവരാൻ പാടില്ല. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് മതാചാരമാണ്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ പ്രഗത്ഭന്മാരെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു മതാചാരമായിട്ട് വന്നത് മതേതര സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിക്കരുത്. ഓലൊക്കെ ചെയ്യും, പക്ഷേ മതവിലക്കൊന്നുമില്ലല്ലോ. മതകീയ സമൂഹത്തെ മാനിക്കേണ്ടതുള്ളത് കൊണ്ട് ഓലൊക്കെ ചെയ്യും സംഗതി. അപ്പോൾ അവർ ചെയ്യുന്ന മാതിരി മുസ്ലിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മതകീയ ആചാരമാണെങ്കിൽ അത്തരം ആചാരങ്ങളിൽ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും ആ ആചാരത്തെ അംഗീകരിച്ചുകൊണ്ടും ആ ആചാരത്തോട് സദൃശപ്പെടലും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. മതകീയ ആചാരമായിട്ട് വ്യക്തമായ പൂജാചാരമാണെങ്കിൽ ഇത് പൂജാചാരമാണ്, അമ്പലത്തിലെ പൂജാചാരമാണ്.
അത്തരം ആചാരങ്ങൾ മൊത്തമായിട്ട് മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും ഒക്കെ പരിപാടികളിലേക്ക് കൊണ്ടുവന്നിട്ട് സാംസ്കാരിക ആചാരമാക്കി മാറ്റി. സൂത്രത്തിൽ ഇത് മാറ്റിയിട്ട് ഇതിന് രണ്ട് വശമുണ്ട്, മതകീയ ആചാരമാണ് സാംസ്കാരിക ആചാരവുമാണ് എന്ന് പറയുക. അപ്പോഴാണ് വെളിച്ചത്തിൻ്റെ പ്രാധാന്യം വീട്ടിലേക്ക് വരിക. വെളിച്ചത്തിൻ്റെ പ്രാധാന്യത്തിന് ഇതിനായി 5 ഭാഗത്തേക്ക് തിരിച്ചിട്ട് ഈ പ്രത്യേക മോഡലുള്ള നിലവിളക്ക് കൊണ്ടുണ്ട്. നമ്മളെ പള്ളിക്കാർ നിലവിളക്കുണ്ടല്ലോ, പൊന്നാനി പള്ളിയിൽ നിലവിളക്കുണ്ട്. ഈ മോഡലൊന്നും അതിലില്ല. ഈ കാലം വരെ വണ്ടൂർ പള്ളികളുണ്ടായിരുന്നു നിലവിളക്ക്. ഇപ്പോൾ പിന്നെ പരിഷ്കരിച്ചതൊക്കെ പോകുമ്പോൾ ആ നിലവിളക്കുള്ള നിലവിളക്കാടുണ്ടായിരുന്നു കത്തിച്ചാൽ നല്ല സുഖമാണ്. നിലവിളക്കിൽ വെളിച്ചെണ്ണയാണ് പോരുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുമ്പോൾ പുകയും കറിയൊന്നും ഉണ്ടാവില്ല, മാറാല പിടിക്കില്ല. അതേ സാധനം കരിയൊന്നും പുറപ്പെടുക്കുക. വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ കത്തിക്കുക, ജെയ്ത്തെണ്ണ ഒഴിച്ച്. അപ്പോൾ ആ നിലക്ക് ഈ വിളക്ക് ഉപയോഗിക്കാറുണ്ട്. പൊന്നാനി പള്ളിയിലെ വിളക്കുണ്ട്. നിലവിളക്ക് എന്ന് പറയുന്നത് നിലത്ത് വെക്കുന്ന വിളക്ക് എന്നാണ്, നിലത്ത് വെക്കുന്ന വിളക്ക്. അതേ സമയത്ത് ആചാരങ്ങൾ കൊണ്ടുവരുന്ന നിലവിളക്ക് അതല്ല. അത് പ്രത്യേക മോഡലിൽ, പ്രത്യേക ശൈലിയിൽ, പ്രത്യേക പൂജാരീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു ഇടപാടാണ് ഇവിടെ ഉദ്ഘാടന ശാസ്ത്രങ്ങൾ കൊണ്ടുവരുന്ന. സാംസ്കാരിക പേരിലായാലും മതാചാരം എന്ന ദുഷ്ടലാക്കോടെയാണെങ്കിലും ഇതിലൊക്കെ പ്രത്യേകമായ രീതിയുണ്ട്. ആ രീതിയിലുള്ള നിലവിളക്ക് ഒരിക്കലും വെളിച്ചത്തിനല്ല. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിന് ഇനി അങ്ങനത്തെ ഒരു വിളക്ക് നമുക്ക് കിട്ടിയാൽ വലിച്ചെറിയൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു വിളക്ക് നമുക്ക് കിട്ടിയാൽ നമ്മളതിലൊരു ദേവിയെയും കാണുന്നില്ല, അതിൻ്റെ കാലിലും കാണുന്നില്ല, തലയിലും കാണുന്നില്ല, തിരുവച്ചോടത്തും കാണുന്നില്ല. അങ്ങനെ ഉത്തക്കുന്ന വിശ്വാസിക്ക് ഞമ്മക്കൊരു സമ്മാനം കിട്ടിയാൽ ഞാൻ ഉപയോഗിക്കുക ആ സാധനം. ഉദാഹരണം പറയാം, അങ്ങനെ ഒരു സാധനം കിട്ടി കാലിട്ടിച്ചാൽ അങ്ങനെ ഉപയോഗിക്കാമല്ലോ, കുഴപ്പമില്ല. വെളിച്ചെണ്ണ വന്നു. പക്ഷെ എപ്പാർക്കും വെളിച്ചെണ്ണ വന്നു കത്തിക്കണ്ടല്ലോ, എല്ലാവർക്കും വൈദ്യുതി അല്ലേ. ഈ വൈദ്യുതി ഉള്ള കാലത്തും വെളിച്ചത്തിന് വേണ്ടി ഇത് ചിന്തിക്കുക. പ്രതീകമാക്കിയിട്ട് വെളിച്ചം തൽക്കാലം കൊളുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മതകീയാചാരത്തെ സാംസ്കാരികാചാരമാക്കി മാറ്റിയ ശേഷം ആയി എന്നും പറഞ്ഞിട്ട് പങ്കെടുക്കാൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട്. അതിൻ്റെ ഒപ്പം ആചാരമെന്നൊന്നും ഇല്ലാതെ ഇത് കൊണ്ടുവന്നവരെ പ്രത്യേകം പരിഗണിച്ചിട്ടും ഒക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പോഴും കുറ്റകരമായ രീതിയിൽ തന്നെയാണ് വരിക. അതേ സമയത്ത് ഒന്നും ഉദ്ദേശിക്കാതെ, അത്തരം ഉദ്ദേശങ്ങളൊന്നും വരാതെ ഒരു നിലനിൽക്കും ഒരാൾ തിരി കത്തിച്ചു എന്ന് എഴുതിയിട്ട് അതുകൊണ്ട് അങ്ങനെ ഒന്നും വരാനുമില്ല. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ ഫിഖ്ഹിൻ്റെ ഫത്വ. ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവർകൾ മതകീയ ആഘോഷങ്ങൾ, മതകീയ പ്രത്യേകമായ രൂപങ്ങളൊക്കെ കൂടുന്നതിനെപ്പറ്റി നൽകിയ ഫത്വയിലുള്ളത്. ആ ഫത്വ പ്രകാരം മുർത്തദ്ദാകാത്ത രൂപത്തിലും കുറ്റകരമായ രൂപത്തിലും അല്ലാതെ ഇത് വരിക എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമല്ല. ഇവരോട് സദൃശമായി ഈ രൂപത്തിൽ വരിക എന്നുള്ളത് പ്രശ്നമുണ്ട്. അതാണ് ഇതിലുള്ള ഉദ്ദേശവും. കാരണം മതാചാരത്തെ ഇത് സാംസ്കാരികാചാരമാക്കി മാറ്റുക. കേരളീയൻ്റെ സാംസ്കാരികാചാരം എന്ന് പറയുമ്പോൾ ഓണം കേരളീയരുടെ സാംസ്കാരിക ആഘോഷം. ഇങ്ങനെ എല്ലാം സാംസ്കാരികമാക്കി മാറ്റി മതാചാരങ്ങളെയെല്ലാം കേരളത്തിൻ്റെ പൊതു സംസ്കാരം, ഇനി ഇന്ത്യയുടെ തന്നെ പൊതു സംസ്കാരമാക്കി മാറ്റുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് ഈ പോകുന്നത്. അതിൻ്റെ കൂടെ നിൽക്കാൻ മടിക്കുന്ന ആളുകൾ സ്വാഭാവികമായും ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നവരും ഇസ്ലാമിനെ സൂക്ഷിക്കണമെന്ന് ഉദ്ദേശമുള്ളവരുമാണ്. അവരെ ഇന്ന് മാറി നിൽക്കും. അത്രയൊന്നും തോന്നാത്ത ചില പ്രായം കുറഞ്ഞ പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ കൂടിയെന്ന് വരും. അത്രയല്ല ഉണ്ടാവുള്ളൂ. ഫാത്തിമ തൈലിയ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിയല്ലേ ഇപ്പോൾ വരുന്നുള്ളൂ. അത് ചിലപ്പോൾ കൊളുത്തിയതൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. CH മുഹമ്മദ് ആക്കാത്തതോ അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി തിരി കൊളുത്താത്തതോ അബ്ദുറബിൻ്റെ കാലത്ത് വിവാദം ഉണ്ടായതൊന്നും ചിലപ്പോൾ ഫാത്തിമ തൈലി ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ഒന്നും ഉദ്ദേശിക്കാതെ ചെയ്തായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പം നമ്മൾ വിചാരിക്കാമല്ലോ, ഒന്നും അറിയില്ലോ, ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെയാണെങ്കിൽ. അല്ല, പ്രശ്നമില്ല, ശരിയല്ല, അതൊരു കുഴപ്പമില്ല, അത് സംഗതിയാണ് എന്നൊക്കെ പറയുന്ന ഇതിനെ സാംസ്കാരിക ആചാരമാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന സാംസ്കാരികന്മാരുടെയോ മതേതരന്മാരുടെയോ ആ ലൈനിലാണ് മുസ്ലിങ്ങൾ പെരുമാറുന്നതെങ്കിൽ അതൊരിക്കലും നല്ലതല്ല, ശരിയല്ല. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, വിമർശിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ മതരീതി ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്.